നമസ്കാരം. ആദ്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കൂ. ദിസ് ഗവൺമെന്റ് ഈസ് നോട്ട് അബൌട്ട് എ വോട്ട് ബാങ്ക്. ഇറ്റ് ഈസ് അബൌട്ട് എ ന്യൂ ഇന്ത്യ where the progress of the people is progress by the people and progress for the people. ഇത് ഒരു പ്രമുഖ മാധ്യമത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി പടിപടിയായി ഓരോ മേഖലയെയും ശുദ്ധീകരിക്കുന്ന പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീ ശാക്തീകരണം നടക്കുന്നു, യുവാക്കൾക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുന്നു, കർഷകർക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുന്നു. അങ്ങനെ സർവ്വ മേഖലയിലെയും പ്രശ്നങ്ങൾ പഠിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ. പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ പ്രമുഖ ചാനലുകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവാം. എങ്കിലും അതിന്റെ വിശദ വിവരങ്ങളാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളതാണ്. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയതിന്റെ ഭാഗമായി പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മളിൽ പലർക്കും പലിശയ്ക്ക് കടം വാങ്ങേണ്ടി വരുന്നത്? എമർജൻസിയായി കുറച്ച് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ലോണിനായി ബാങ്കുകളെ സമീപിച്ചാൽ അവിടെ നിന്നും അത് അപ്രൂവായി കിട്ടാനുള്ള പ്രയാസം, കടമ്പകൾ ഏറെയാണ്. നമ്മുടെ വരുമാന സ്രോതസ്, തിരിച്ചടവിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഒരു ലോൺ കിട്ടുക. പക്ഷെ പലിശക്കാരുടെ അടുത്ത് ചെന്നാൽ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ കാര്യം നടക്കുമല്ലോ എന്നോർത്താണ് പലരും ആ കെണിയിൽ ചെന്ന് ചാടുന്നത്. RBIയുടെയോ മറ്റ് ഏജൻസികളുടെയോ അംഗീകാരമില്ലാതെയുള്ള പണയ വായ്പ നൽകുന്നതും പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതും നിരോധിത ഇടപാടായി മാറാൻ പോവുകയാണ്. പുതിയ നിയമത്തെക്കുറിച്ചുള്ള കരട് ബില്ല് സഹിതം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കായി നൽകിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരന് അത്യാവശ്യ ഘട്ടത്തിൽ പലിശയില്ലാതെ ആര് പണം കടം കൊടുക്കും എന്ന ആശങ്ക കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. താഴെത്തട്ടിലുള്ളവരെ ആര് സഹായിക്കും എന്ന ആശങ്ക വളരെ വലുത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ബ്ലേഡ് കമ്പനികൾ മുതൽ ഡിജിറ്റൽ ആപ്പുകൾക്ക് വരെ പിടിവീഴും. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ വായ്പയുമായി ബന്ധപ്പെട്ട കർമ്മസമിതിയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്രം പുതിയ കരട് ബിൽ തയ്യാറാക്കിയത്. കേന്ദ്ര ധനമന്ത്രാലയം തയ്യാറാക്കിയ കരട് ബിൽ പ്രകാരം ബ്ലേഡ് കമ്പനികൾ ഡിജിറ്റൽ ആപ്പ് തുടങ്ങിയ രീതികളിൽ അമിത പലിശയ്ക്ക് വായ്പാ വാഗ്ദാനം നടത്തി അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് 2 വർഷം മുതൽ 7 വർഷം വരെ തടവും 2 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ശിക്ഷ വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. വായ്പ തിരിച്ചുപിടിക്കാൻ ഉപയോക്താക്കളെ സമ്മർദ്ദം ചെലുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായാൽ 10 വർഷം വരെ തടവും 5 ലക്ഷം രൂപയോ വായ്പയുടെ 2 ഇരട്ടിയോ പിഴയായി നൽകേണ്ടി വരും. കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ വായ്പാ വിതരണം ചെയ്താലോ അത്തരത്തിലുള്ള പരസ്യങ്ങൾ നൽകിയാലോ 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാകും. നിലവിലെ നിയമങ്ങളുടെ പരിധിയിൽപ്പെടാതെ വായ്പ നൽകുന്നതും പലിശ ഈടാക്കുന്നതും ബിസിനസ്സാക്കിയ ഏത് അംഗീകാരമില്ലാത്ത ഏജൻസികളെയും പുതിയ ബിൽ പ്രകാരം പിടികൂടാം. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇത്തരക്കാരെങ്കിൽ അന്വേഷണം CBIക്ക് വിടാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വമ്പൻ തുകയുടെ കേസുകളും CBIക്ക് കൈമാറാം. ബന്ധുക്കൾക്കല്ലാതെ വ്യക്തികൾക്ക് കടം നൽകുന്നതും നിയമവിരുദ്ധമാകുമ്പോൾ സഹായിക്കാൻ ബന്ധുക്കളുടെ കയ്യിലും പണമില്ലാത്ത ഘട്ടത്തിൽ സാധാരണക്കാരന് പലിശയില്ലാതെ പണം കടം കിട്ടാനുള്ള വേറെ മാർഗങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലുള്ളതിൽ അനധികൃത വായ്പാ വിതരണം ഏതൊക്കെയാണെന്ന് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യും. അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും ഓൺലൈൻ സേവനങ്ങളുമെല്ലാം കേന്ദ്രത്തിന്റെ ഒരു ഡാറ്റാ സെന്ററിൽ രജിസ്റ്റർ ചെയ്യുന്ന വിധത്തിലാണ് നിയമത്തിലെ വ്യവസ്ഥ. വായ്പ നൽകുന്ന സ്ഥാപനമോ സംഘമോ അംഗീകൃതമാണോ എന്ന് ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ഉറപ്പാക്കാനാകും. നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ കൊള്ളപ്പലിശക്കാരെ പിടികൂടാൻ ഓപ്പറേഷൻ കുബേര എന്നൊരു സംവിധാനമുണ്ടായിരുന്നു. അതുപോലെയാകും ഇത് എന്ന് കരുതുന്നവരുണ്ടാകാം. എന്നാൽ ആ ധാരണ തെറ്റാണ്. കാരണം സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ ഒരു സർക്കാരുകളും നടപ്പിലാക്കാൻ ധൈര്യം കാണിക്കാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിയവരാണ് അമരത്ത്. ഓരോ സംസ്ഥാനത്തും
ഇത്തരം കേസുകൾ പരിശോധിക്കുന്നതിന് പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും കരട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതിനുവേണ്ടി പ്രത്യേക കോടതിയും നിലവിൽ വരും. പരാതികളിൽ ഗൗരവമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന് നേരിട്ട് കേസ് CBIക്ക് കൈമാറാം. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.